വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഇന്ന് മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ ജാറങ്ങളിൽ, മഖ്ബറകളിൽ, അതിന്റെ ചുറ്റുപാടുകളിൽ ഏറിയും കുറഞ്ഞു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിഗ്രഹങ്ങൾക്കരികെ വിളക്കുകൾ ഉണ്ടെങ്കിൽ ജാറത്തിന്റെ അരികിലും വിളക്കുണ്ട്. വിഗ്രഹത്തിന്റെ വിളക്കിലെ എണ്ണക്ക് പുണ്യമുണ്ടെങ്കിൽ ജാറത്തിലെ വിളക്കിൽ നിന്ന് എടുക്കുന്ന എണ്ണക്കും പുണ്യമുണ്ട്. വിഗ്രഹത്തിന്റെ അരികിൽ പ്രദക്ഷിണമുണ്ട് എങ്കിൽ അമ്പലം കിടന്ന് പ്രദക്ഷിണം ചെയ്യും, നടന്ന് പ്രദക്ഷിണം ചെയ്യും എങ്കിൽ ജാറങ്ങൾക്ക് ചുറ്റും പ്രദക്ഷിണമുണ്ട്. കേരളത്തിലുണ്ട്. ചില ആളുകൾ എവിടെ ജാറത്തിലൂടെ തവാഫ് നിഷേധിക്കും, നിങ്ങൾ കാണിച്ചു തരാം. കേരളത്തിലെ ജാറങ്ങൾക്ക് ചുറ്റും തവാഫുണ്ട്. ഇസ്ലാമിൽ ഒരേ ഒരിടത്ത് മാത്രമാണ് തവാഫ് കൽപ്പിക്കപ്പെട്ടത്. എവിടെയാണ്? കഅബയുടെ അരികിൽ. പക്ഷേ ഇതാ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത് പോലെ, പ്രദക്ഷിണം വെക്കുന്നത് പോലെ ജാറങ്ങൾക്ക് ചുറ്റും പ്രദക്ഷിണമുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുൻപിൽ സാഷ്ടാംഗം നമിക്കുന്നത് പോലെ ജാറത്തിലെ ഖബറിന് മുൻപിലും സുജൂദ് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ പൂരം നടക്കുന്നത് പോലെ ജാറത്തിന്റെ ചുറ്റും നേർച്ച നടക്കുന്നുണ്ട്. എന്തിനാണ് വ്യത്യാസം? ആലോചിച്ച് ഒരാളെ കണ്ണ് കെട്ടിയിട്ട് ഒരു ജാറത്തിന്റെ ഇടയിൽ, ഒരു നേർച്ചന്റെ ഇടയിൽ, ഒരു പൂരത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി അയച്ചുവിട്ടിട്ട് അവരുടെ കണ്ണിന് കട്ടം കഴിച്ചു വിചാരിക്കാം. ചുറ്റുപാട് നോക്കിയിട്ട് നേർച്ചയാണ് പൂരമാണെന്ന് എങ്ങനെ വേർതിരിക്കും? നിറങ്ങണ്ട ചിലപ്പോൾ മനസ്സിലായിരിക്കും. ഒന്ന് കുറച്ച് പച്ചണ്ടെങ്കിൽ മറ്റൊന്ന് കളർ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടിടത്തും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് വ്യത്യാസമാണുള്ളത്? ഖബറുകൾ ആരാധിക്കപ്പെട്ടാൽ, ഖബറുകൾ മസ്ജിദുകളാക്കപ്പെട്ടാൽ, അവിടെ ഇബാദത്തുകൾ നടമാടപ്പെട്ടാൽ, അവിടെ സുജൂദ് നിർവഹിക്കപ്പെട്ടാൽ, അവിടെ നിസ്കാരം ഉണ്ടായാൽ, അവിടെ തവാഫ് ഉണ്ടായാൽ, ഖബറിൽ കിടക്കുന്ന ആളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഖബറിൽ കിടക്കുന്ന വ്യക്തി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, ഖബറിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ മാസവും പ്രത്യേകം സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിച്ച് ഇതിന്റെ പേരിൽ എന്റെ പ്രയാസവും ബുദ്ധിമുട്ടുകളും നീങ്ങുമെന്നൊരാൾ വിശ്വസിച്ചാൽ അത് വസനുകളാകും, അത് വിഗ്രഹങ്ങളാകും.